പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പറഞ്ഞല്ലോ, വലിയ ഭൂരിപക്ഷമാണ് UDF-നെന്ന്. അങ്ങനെ ഭൂരിപക്ഷത്തിന് ആശങ്കയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ജോസ് കെ മാണിയുടെ പുറകെ നടന്നത്? കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഞങ്ങൾ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ 2011 മുതൽ 16 വരെയുള്ള ഭരണം തിരിച്ചു വരണമെന്ന് ഈ കേരളത്തിൽ ഒരു മനുഷ്യരും ആഗ്രഹിക്കുന്നില്ല. അധികാരം പിടിക്കാൻ എന്തും ചെയ്യാനാണ് നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വർഗീയ ശക്തികളെ അണിനിരത്തി ജനങ്ങളുടെ അഭിപ്രായത്തെ മറികടക്കാൻ കഴിയുമോ എന്നാണ് UDF നോക്കുന്നത്. ഞങ്ങൾ കോൺഗ്രസിനോട് പറയുന്നത്, നിങ്ങൾ രാഷ്ട്രീയം പറയൂ, ഞങ്ങൾ രാഷ്ട്രീയ പോരാട്ടമാക്കൂ. ഞങ്ങൾ കഴിഞ്ഞ 10 വർഷം ചെയ്ത കാര്യങ്ങൾ ജനങ്ങളോട് പറയാം. നിങ്ങൾ നിങ്ങളുടെ കാലത്ത് ചെയ്ത കാര്യങ്ങൾ ജനങ്ങളോട് പറയൂ. അതല്ലേ രാഷ്ട്രീയം. ഞങ്ങൾ എണ്ണി പറയാം. നിങ്ങളുടെ കാലത്ത് നമ്മുടെ സ്കൂളുകളുടെ സ്ഥിതി എന്താ? 3750 സ്കൂളുകൾ അടച്ചുപൂട്ടാനുള്ള പട്ടികയുമായിട്ടല്ലേ UDF ഭരണകാലത്ത് 5.5 ലക്ഷം കുട്ടികൾ സർക്കാർ സ്കൂളുകളിലില്ല. അതുകൊണ്ട് കുട്ടികളില്ല എന്ന് പറഞ്ഞ് അടച്ചുപൂട്ടാൻ നിങ്ങൾ തീരുമാനിച്ചില്ലേ? ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 10 വർഷക്കാലം ഏതെങ്കിലും സർക്കാർ സ്കൂൾ പൂട്ടിയോ? പൂട്ടിയില്ലെന്ന് മാത്രമല്ല, 10 വർഷം കൊണ്ട് സർക്കാർ സ്കൂളുകളുടെ മുഖച്ഛായ ആകെ മാറി. നിങ്ങൾ പൂട്ടാൻ മാറ്റിവെച്ചിരുന്ന സ്കൂളുകൾ ലോകോത്തര സ്കൂളുകളായി മാറി. ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളായി ഉയർന്നു വന്നു. കേരളത്തിലെ സ്കൂളുകൾ ഹൈടെക് സ്കൂളുകളായി മാറി. 45,000 ക്ലാസ് മുറികൾ ഹൈടെക് ക്ലാസ് മുറികളായി കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ മാറ്റിയില്ലേ? ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്ന സംസ്ഥാനമായി കേരളം വികസിച്ചു. ഇന്ത്യയിൽ നമ്പർ 1. 95% സർക്കാർ സ്കൂളുകളിലും ഇന്റർനെറ്റ് ഉള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളം. 1959 ഇടതുപക്ഷം ഈ കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോഴാണ് പാവപ്പെട്ട മനുഷ്യന് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം കൊടുക്കുന്നത്. അത് 4ാം ഫോറം വരെ പഠിച്ചാൽ 5ാം ഫോറത്തിലേക്ക് കടക്കണമെങ്കിൽ ഫീസ് കൊടുക്കണം. ആ ഫീസ് അവസാനിപ്പിച്ചു. വിദ്യാഭ്യാസം സൗജന്യമാക്കി 5ാം തരം വരെ, അതിനുശേഷം 8ാം തരം വരെ, പിന്നെ 10ാം ക്ലാസ്, 12ാം ക്ലാസ്. ഈ ബജറ്റിൽ ഒരു പ്രഖ്യാപനം കൂടി കേരളത്തിലെ ഗവൺമെന്റ് നടത്തിയിരിക്കുന്നു. കേരളത്തിൽ ഇനി എല്ലാവർക്കും ഡിഗ്രി വരെ വിദ്യാഭ്യാസം സൗജന്യമായിരിക്കുമെന്നാണ്. രാജ്യത്ത് ഡിഗ്രി വിദ്യാഭ്യാസം വരെ സൗജന്യമാകുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്നാണ്. ഇടതുപക്ഷം ഭരിക്കുന്ന കേരളം.